ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപായി ലൊക്കേഷൻ എനേബിൾ ചെയ്യുക. തുടർന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള പെർമിഷൻ അലൗ ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ഡിവൈസ് ഇൻഫർമേഷൻ അടങ്ങിയ ഒരു പേജ് വരുന്നത് കാണാം. അവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിജിറ്റൽ ക്രോപ്പ് സർവേ ലോഗിൻ പേജ് ലഭ്യമാകും. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അടുത്തതായി മാസ്റ്റർ ഡേറ്റ സിങ്ക് ചെയ്യുന്നതിന് വേണ്ടി മാസ്റ്റർ ഡേറ്റ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഡൗൺലോഡ് മാസ്റ്റർ ഡേറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മാസ്റ്റർ ഡേറ്റ ഹാസ് ബീൻ സക്സസ്ഫുള്ളി സിങ്ക്ഡ് എന്ന മെസ്സേജ് കാണാം. തുടർന്ന് ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് ഹോം സ്ക്രീനിലേക്ക് പോവുക. സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി മൈ ടാസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജ് സർവേ പെൻഡിംഗ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സർവേ നമ്പറുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. സർവേ നമ്പറിനു നേരെയുള്ള സ്റ്റാർട്ട് സർവേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് സർവേ ചെയ്യുവാനുള്ള സ്ഥലത്തിൻ്റെ മാപ്പ് കാണാവുന്നതാണ്. മാപ്പിൽ +or- ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൂം ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തിൻ്റെ ഡയറക്ഷൻ അറിയില്ല എങ്കിൽ മാപ്പിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്ഷൻസ് ലഭ്യമാകും. ആ ഡയറക്ഷൻ ഉപയോഗിച്ച് സ്ഥലത്തെത്താവുന്നതാണ്. ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ഇവിടെ കർഷകൻ്റെ പേര്, സ്ഥലവിവരങ്ങൾ തുടങ്ങിയവ കാണാവുന്നതാണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഭൂമി ഉപയോഗത്തെക്കുറിച്ചാണ് വിവരങ്ങൾ നൽകേണ്ടത്. ലാൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്, യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. യെസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 9ഓളം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. വീടോ മറ്റു കാര്യങ്ങളോ എന്താണെന്നുള്ളത് സെലക്ട് ചെയ്ത് വീടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വീടിന് എത്ര ഏരിയ ഉണ്ട് ആ ഏരിയ നമ്മൾ എൻ്റർ ചെയ്യുക. തുടർന്ന് സ്ഥലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. മിനിമം ഒരു ഫോട്ടോ എങ്കിലും വേണം. മാക്സിമം 3 എണ്ണം ആകാം. ഫോട്ടോ എടുക്കുന്നതിനായി ടേക്ക് ഫോട്ടോയ്ക്കു താഴെ കാണുന്ന ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫാലോ, വേസ്റ്റ് ഓർ വേക്കൻറ്റ് ലാൻഡ് ഈ വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഉണ്ടെങ്കിൽ എത്ര സ്ഥലത്താണ് ഫാലോ ലാൻഡ് ഉള്ളത്, വേസ്റ്റ് ലാൻഡ് ഉണ്ടെങ്കിൽ അത്, വേക്കൻ്റ് ആണെങ്കിൽ അങ്ങനെ ആ വിവരങ്ങൾ നൽകുക. തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോട്ടോ എടുത്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹാർവെസ്റ്റഡ് ഏരിയയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി ഹാർവെസ്റ്റഡ് ഏരിയ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് ആണെങ്കിൽ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്ത് ഫോട്ടോ എടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന സ്ക്രീനിൽ നമുക്ക് നൽകേണ്ട വിവരങ്ങൾ കർഷകൻ കൃഷി ചെയ്യുന്ന ക്രോപ്പ് ഡീറ്റെയിൽസ് ആണ്. 3 ടാബുകൾ കാണാം: പെരിനിയൽസ്, ബൈനിയൽസ്, സീസണൽ. പെരിനിയൽ ക്രോപ്പ് ഉണ്ടെങ്കിൽ പെരിനിയൽ ക്ലിക്ക് ചെയ്ത് ആഡ് ക്രോപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ക്രോപ്പ് ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. അതിനകത്ത് ക്രോപ്പ് നെയിം, നമുക്കൊരു ക്രോപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കോക്കനട്ട് സെലക്ട് ചെയ്തു. അതിനകത്ത് ക്രോപ്പ് വെറൈറ്റി ലോക്കൽ ആണോ ഹൈബ്രിഡ് ആണോ എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ക്രോപ്പ് ടൈപ്പ് ഉണ്ട്. അതിൽ ഇപ്പോൾ ബോർഡർ ക്രോപ്പാണ് സെലക്ട് ചെയ്തതെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഏത് സ്റ്റേജാണ്, നിലവിൽ ആ ക്രോപ്പ് ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്ന് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഹാർവെസ്റ്റിംഗ് സ്റ്റേജ്, അതായത് നമുക്കിപ്പോൾ ക്രോപ്പ് വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നതാണോ അല്ലയോ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് നൽകാം. ഇറിഗേഷൻ ടൈപ്പ്, നമ്മൾ ഇറിഗേറ്റ് ചെയ്തെടുക്കുന്നതാണോ അല്ലാതെ തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ള വിവരമാണ്. നോൺ ഇറിഗേറ്റഡ് ആണെങ്കിൽ നോൺ ഇറിഗേറ്റഡ് എന്ന് കൊടുക്കാം, ഇറിഗേറ്റഡ് ആണെങ്കിൽ ഇറിഗേറ്റഡ്. ശേഷം ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തതിന് ശേഷം ആഡ് ക്രോപ്പ് കൊടുക്കുക. തുടർന്ന് കർഷകൻ ബൈനിയൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രോപ്പ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ഫോട്ടോ എടുത്ത് ആഡ് ക്രോപ്പ് സബ്മിറ്റ് ചെയ്യുക.
ഇനി കർഷകൻ സീസണൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ യെസ് എന്ന് കൊടുത്ത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ക്രോപ്പ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾ നടത്തിയ സർവേയുടെ സമ്മറി റിപ്പോർട്ട് കാണാവുന്നതാണ്. സമ്മറി റിപ്പോർട്ടിനകത്ത് സേവ്, ബാക്ക് എന്നീ 2 ഓപ്ഷനുകൾ കാണാം. തിരുത്തുവാനൊന്നുമില്ലെങ്കിൽ സേവ് എന്ന ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന സ്ക്രീനിൽ അപ്ലോഡ് പെൻഡിംഗ് എന്ന ടാബ് ഉപയോഗിച്ച് നിങ്ങൾ സർവേ നടത്തിയിട്ടുള്ള റിപ്പോർട്ട് കാണുവാൻ സാധിക്കും. അവിടെ 2 ടാബുകളാണുള്ളത്, വ്യൂ, എഡിറ്റ്. വ്യൂ എന്ന ടാബ് ഉപയോഗിച്ച് നിങ്ങൾ സർവേ നടത്തിയ റിപ്പോർട്ട് കാണുവാനും എഡിറ്റ് എന്ന ടാബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരുത്തുവാനും സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.